കുക്കിംഗ് ഒട്ടും അറിയാത്ത ആൾക്കാർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. ആദ്യം തന്നെ കുക്കർ വെക്കുക, അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്. വളരെ മിനിമം വെജിറ്റബിൾസ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസായിട്ടുള്ള 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അത്യാവശ്യം വഴന്ന് വരുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ഇടാം എരിവിനനുസരിച്ച്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യുക. കൂടെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല ചിക്കനിൽ പിടിക്കണ വരെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഇളക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് തിളയ്ക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ നോക്കുക. നമ്മളൊക്കെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉപ്പിൻ്റെ കറക്റ്റ് എമൗണ്ട് നമുക്ക് ശരിയായി വരില്ല. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിനനുസരിച്ച് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫസ്റ്റ് വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കഴിച്ച് നോക്കാം.